പ്ലസ് ടു ഇക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ അവസാന ഭാഗത്തേക്ക് എത്തി. നമ്മൾ ഇതിനകത്ത് ഷോർട്ട് റൺ കോസ്റ്റ്, ഹ്രസ്വകാല ചിലവുകൾ, നമ്മൾ ഇതിനു മുമ്പത്തെ 2 വീഡിയോസിൽ അങ്ങനെ ഒരു പ്രത്യേക ഷെഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ആ ഷെഡ്യൂളിലുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുകയും ചെയ്തു. അതില് ഓരോ പോർഷനിലുള്ള ഡയഗ്രംസും പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനത്തെ പോർഷൻ മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിൽ കൂടി ഞാൻ ആദ്യം മുതലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ എന്തായിരുന്നു ആ ഷെഡ്യൂളിൽ കണ്ടത്? ആ ഒരു പട്ടിക നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പട്ടികയിൽ ഉൽപ്പന്നത്തിന്റെ എണ്ണം എഴുതി, അളവ് രേഖപ്പെടുത്തി, ഔട്ട്പുട്ട് പ്രോഡക്റ്റ് എന്ന് കൊടുത്തിട്ട് 0 മുതൽ 11 വരെ രേഖപ്പെടുത്തി. രണ്ടാമത്തെ കോളത്തിലോ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, സ്ഥിര ചിലവ്, മാറ്റമില്ലാത്ത ചിലവ്. ഒന്നും ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിലും 11 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും ഇനി എത്ര അധികം ഉൽപ്പാദിപ്പിച്ചാലും മാറ്റമില്ലാത്ത ചിലവ് ഹ്രസ്വകാല അളവില് അത് 20 നമ്മൾ കൊടുത്തു. അപ്പോ 0 എന്നതിന്റെ മുന്നിലും 20, അവസാനവും 20, മാറ്റമില്ലല്ലോ. ഇനി മൂന്നാമത്തെ കോളത്തിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഓക്കെ അല്ലേ? മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ചിലവ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ ചിലവാകുന്ന തുക, അതും എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇനി നാലാമത്തെ കോളത്തില് എന്താണ്? രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും കൂട്ടിയപ്പോൾ കിട്ടിയതാണ് ടോട്ടൽ കോസ്റ്റ്. അത് നമ്മൾ രേഖപ്പെടുത്തി. ഇനി ഇതിന്റെയൊക്കെ ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിന്റെയും ആവറേജ് എന്താണ്? ശരാശരി എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്തം എന്നതിന് ആ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്താണ്? ആദ്യം അടുത്ത നെക്സ്റ്റ് കോളം എന്തായിരുന്നു? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ അല്ലേ? അങ്ങനെ സ്ഥിരച്ചെലവ് 20 തന്നെയായിരുന്നു. പക്ഷേ ഉൽപ്പന്നത്തിന്റെ എണ്ണം 0, 1, 2, 3 എന്ന് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ 20 എന്ന ആ ഒരു സംഖ്യയെ 1, 2, 3, 4 അങ്ങനെയുള്ള ക്രമമായി വന്ന സംഖ്യകൾ കൊണ്ട് ഹരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കുറഞ്ഞു വന്നു. അതിന് വ്യക്തമായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവ് എന്ത് ചെയ്തു? റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന ആ രീതിയിലേക്ക് ഇങ്ങനെ ആദ്യം കൂടുതലായിരുന്നു 20 തന്നെ, പിന്നെ എന്താണ് 10 ആയി, അങ്ങനെ കുറഞ്ഞു വന്ന് അങ്ങനെ അവസാനം നമ്മൾ കണ്ടു 1.8 ലെവലിലേക്ക് നമ്മൾ പോകുന്നത് കണ്ടു. അങ്ങനെ ഒരു ഷേപ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓർത്ത് വെക്കണം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതുമായി ഇനി എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എന്താണത്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഓരോ സെക്ഷനിലും മൊത്തം വിഭേദക ചെലവിനെ, മാറ്റത്തിന് വിധേയമായ ചെലവിനെ നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിക്കും. അങ്ങനെ എന്താണ്? ആ കോളവും നമ്മൾ പൂരിപ്പിച്ചു. ഇനി അതിനുശേഷം എന്താണ്? അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇപ്പോ ഫസ്റ്റ് കോളം ഔട്ട്പുട്ട്, സെക്കൻഡ് കോളം എന്താ കണ്ടത്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, തേർഡ് കോളം എന്ത് കണ്ടു? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഫോർത്ത് കോളം ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, then comes average. Yeah, then average fixed cost, average variable cost and average cost. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, average fixed cost is equal to total fixed cost divided by output which is produced. Average variable cost is equal to total variable cost divided by the output which is produced. Okay, and the average cost is the sum of, see, the average fixed cost and average variable cost. ഓക്കെ, ആ രണ്ട് കോളങ്ങൾ കൂട്ടിയാൽ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. ഏതൊക്കെ കോളങ്ങളാണ്? ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കൂട്ടിയാൽ കിട്ടുന്നതാണ് ആവറേജ് കോസ്റ്റ്. അത് ഷോർട്ട് റൺ കോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ SMC എന്ന് നമ്മൾ കൊടുത്തു, SAC എന്ന് നമ്മൾ കൊടുത്തു. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ആവറേജ് കോസ്റ്റ് മറ്റു രീതിയിൽ കൂടി കണ്ടുപിടിക്കാൻ കഴിയും. എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ അല്ലേ? അപ്പോൾ മൊത്തം ഉൽപാദന ചെലവിനെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശരാശരി ചെലവ് കിട്ടും. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ആവറേജ് കോസ്റ്റ് എന്ന കോളം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് കോളം മാർജിനൽ കോസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു എന്താണ്? അത് അധികമായി വരുന്ന ചിലവാണ്. അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ കോസ്റ്റ് വെൻ 1 more unit of the commodity is produced. അപ്പൊ മൊത്തം ഉൽപാദന ചെലവ് ഉണ്ടാകുന്ന വർധനവ് എപ്പോഴാണ്? അധികമായി ഒരു യൂണിറ്റ് കൂടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ. ഓക്കെ അല്ലേ? അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഡയഗ്രാംസ് എന്തൊക്കെ പഠിച്ചു? ആദ്യത്തെ 3 കാര്യങ്ങൾ: ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഈ മൂന്നും റെപ്രസെന്റ് ചെയ്യുന്ന ഡയഗ്രാം നമ്മൾ ആദ്യം പഠിച്ചു. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കർവ് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. കാരണം എന്താണ്? ഉൽപ്പന്നത്തിന്റെ അളവ് എത്ര വർദ്ധിച്ചാലും ഒന്നും ഉൽപ്പാദിപ്പിച്ചിട്ടെങ്കിലും നമ്മൾ ഒരു നിശ്ചിത തുക ചെലവ് ചെയ്യേണ്ടതുണ്ട്. 20 രൂപയാണ് നമ്മുടെ ഡയഗ്രാം പ്രകാരമുള്ളത് അല്ലെ, ഷെഡ്യൂൾ അനുസരിച്ച്. അതുകൊണ്ട് എന്താണ്? അത് നേർരേഖയായി വരച്ചു. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലോ ഒന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെലവില്ലായിരുന്നു. പക്ഷേ എന്താണ്? ഉൽപ്പന്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കേണ്ടി വന്നു. ഓക്കെ, അത് കണ്ടു. അത് പ്രത്യേക ഷേപ്പിൽ അങ്ങോട്ട് പോസിറ്റീവായി പോയി അല്ലേ? ഇനി ടോട്ടൽ കോസ്റ്റോ? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കർവിൽ നിന്ന് ആരംഭിച്ചു. അതിനുശേഷം എന്താണ്? കൃത്യം ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് തികച്ചും പാരലലായി
നേരെ മുകളിലേക്ക് പോയി, പോസിറ്റീവായി മുകളിലേക്ക് പോയി. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു, എല്ലാം വ്യക്തമായി കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ്, ത്രൂ ഔട്ട് കുറയുകയാണ് അല്ലെ. 20, 10 ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്താണ്, അത് ആദ്യം കൂടുതലായിരുന്നു, പിന്നെ കുറഞ്ഞു വന്നു. അതിന്റെ ഷേപ്പ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതും നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കുക എന്തൊക്കെയാണ്, ഈ 3 ഷെഡ്യൂൾ മിച്ചമുണ്ട്. എന്തൊക്കെയാണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടല്ലേ. ഓക്കെ, ആവറേജ് കോസ്റ്റ് ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഇത് 3 നമുക്ക് ഒരു ഡയഗ്രത്തിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് ഡയഗ്രത്തിന്റെ ഷേപ്പ് വരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു 2 ഡയമെൻഷണൽ ഡയഗ്രം ഇവിടെ സെറ്റ് ചെയ്യണേ. നമുക്കിവിടെ എക്സിൽ എന്തായിരുന്നു രേഖപ്പെടുത്തിയത്, ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? ഔട്ട്പുട്ട് ഉൽപ്പന്നത്തിന്റെ എണ്ണം നമ്മൾക്കാണെങ്കിൽ 0 മുതൽ 11 വരെ ആസ് പെർ അവർ ടേബിൾ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ പക്ഷേ ഇവിടെ രേഖപ്പെടുത്തുന്നില്ല, ഓൾറെഡി അതെന്താണ്, ഇംപ്ലൈഡ് ആണ്. ഇതിന് മുമ്പത്തെ ഡയഗ്രത്തിൽ രേഖപ്പെടുത്തിയതാണല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് 0 മുതൽ 11 വരെയാണ് ഇവിടെ രേഖപ്പെടുത്തുക എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി ഇവിടെയാണെങ്കിലോ കോസ്റ്റ് ആണ്, COSTS കോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തിൽ 3 തരം കോസ്റ്റ് രേഖപ്പെടുത്തണം. എന്തൊക്കെയാണ് നമ്മൾ ഇനി ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്? ഒന്ന് എന്താണ്, SAC ആവറേജ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അല്ലേ. പിന്നെയോ SMC ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് അല്ലേ. പിന്നെ അതിന് മുമ്പ് എന്താണ്, SVC ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒറ്റ ഡയഗ്രത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ആ ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കുക. ആദ്യം നമ്മൾ ആവറേജ് കോസ്റ്റ് കർവ് നമ്മളിവിടെ ഫോം ചെയ്യും. ആവറേജ് കോസ്റ്റ്, ടോട്ടൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ്ഡ് എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ടേബിൾ അനുസരിച്ച് ഷെഡ്യൂൾ പ്രകാരമുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു? 26 എന്ന് കാണാൻ സാധിക്കും അല്ലേ. 26 ആവറേജ് കോസ്റ്റോ അല്ല, സോറി 26. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഉത്പാദിപ്പിച്ചപ്പോൾ 20ഉം 6ഉം, അതായത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 20, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 6, രണ്ടും കൂടി കൂട്ടി 26 എന്ന ടോട്ടൽ കോസ്റ്റ് കിട്ടിയില്ലേ. ആ 26നെ ഒരു യൂണിറ്റിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ളൂ. 26നെ ഒന്നുകൂടി ധരിച്ചപ്പോഴും 26 തന്നെയാണ്. അപ്പൊ ആവറേജ് കോസ്റ്റ് അതാണ്. ആ ആവറേജ് കോസ്റ്റ് എവിടെ തുടങ്ങണം? ഏറ്റവും മാക്സിമത്തിൽ നിന്ന് തുടങ്ങണം അല്ലേ. 26 ഏകദേശം എവിടെയാണെന്ന് വിചാരിക്കുക. ഇതാ നമ്മൾ ഇതിങ്ങനെ പോവുകയാണ്, ഏകദേശം മാക്സിമത്തിൽ നിന്ന് തുടങ്ങണം ആവറേജ് കോസ്റ്റ് അല്ലേ. പിന്നെയോ ആവറേജ് കോസ്റ്റ് കുറയാൻ ആരംഭിച്ചു. എത്രയാണ്? രണ്ടാമത്തെ യൂണിറ്റ് ഉത്പാദിപ്പിച്ചു. അപ്പോൾ ആവറേജ് കോസ്റ്റ് എത്രയായിരുന്നു? 26, 5, 31 ആയിരുന്നു ടോട്ടൽ കോസ്റ്റ്. റെഡി? ടോട്ടൽ കോസ്റ്റ് 31 ആയിരുന്നു. അപ്പൊ 31 നമ്മൾ 2 യൂണിറ്റ് കൂടി ഹരിക്കേണ്ടി വന്നു. 2 യൂണിറ്റ് ഉത്പാദിപ്പിച്ചാണല്ലോ ടോട്ടൽ കോസ്റ്റ് ആവറേജ് കോസ്റ്റ്, അതെ ടോട്ടൽ കോസ്റ്റ് 31 ആയത്. അപ്പൊ 31 2 കൂടി ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 15.5 കിട്ടും അല്ലേ. അപ്പൊ എന്താണ്, ഒറ്റയടിക്ക് ആവറേജ് കോസ്റ്റ് കർവ് ഇങ്ങനെ ഇവിടെ നമുക്ക് 26 തുടങ്ങി ഇങ്ങനെ കുറഞ്ഞ് എന്താണ് ഇങ്ങനെ കുറഞ്ഞ് അതിന്റെ മിനിമത്തിൽ എത്തിയിട്ട് എന്താണ് പിന്നെ അത് വർദ്ധിക്കുക ചെയ്യുക. ഇങ്ങനെ അങ്ങനെ വർദ്ധിച്ചു പോകും. ഓക്കെ, ഇത് നമ്മൾ ആവറേജ് കോസ്റ്റ് ആണ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതെന്തുകൊണ്ടാണ്? സി വൈ ഡസ് ദ ആവറേജ് കോസ്റ്റ് കർവ് ടേക്സ് ദ ഷേപ്പ് ഓഫ് യു. ഇതെന്താണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയാണ് ഏകദേശം ഈ കർവിന്. എന്താ സംഭവം? അറ്റ് ഫസ്റ്റ് ആവറേജ് കോസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഹയർ, and when production proceeds or continues, average cost begins to decline, and after the minimum point has been reached, the average cost begins to rise. Okay, കണ്ടില്ലേ? അപ്പോൾ ആദ്യം ആവറേജ് കോസ്റ്റ് കൂടുതലായിരുന്നു നമ്മൾ കണ്ടു 26, പിന്നെ 15.5 കണ്ടു. നിങ്ങൾ ആ പട്ടിക നോക്കുക. പിന്നെ എന്താണ്, വീണ്ടും കുറഞ്ഞ് പരമാവധിയിലെത്തി. പക്ഷേ അതിനുശേഷമോ ഈ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ്. ഓക്കെ, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ്. എന്താണ്, ആവറേജ് കോസ്റ്റ് ബിഗിൻസ് ടു റൈസ്, ആവറേജ് കോസ്റ്റ് ഇൻക്രീസസ് അല്ലേ. ഒരു മിനിമം പോയിന്റ് വരെ കുറഞ്ഞ് പിന്നെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അങ്ങനെ വീണ്ടും ഉത്പാദനം വർദ്ധിക്കുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് വൈ ദ ആവറേജ് കോസ്റ്റ് കർവ് ടേക്സ് ദ ഷേപ്പ് ഓഫ് യു. യു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു എന്ന ലെറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുക. റൈറ്റ്? ഇനി നെക്സ്റ്റ് എന്താണ്, ആവറേജ് കോസ്റ്റ് കർവ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് ആണ്. ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ
ഡിവൈഡിങ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ മൊത്തം വേരിയബിൾ കോസ്റ്റിനെ ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടി. അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെയാണത്? ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 6 ആയിരുന്നു ഫസ്റ്റിലല്ലേ? അപ്പൊ എന്താണ് 6 ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ 1 ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ 6 ഒന്നുകൂടി വെച്ചപ്പോൾ നമുക്ക് 6 തന്നെ കിട്ടി. അതിനുശേഷം എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 11 ആയില്ലേ? അപ്പോൾ എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്? അപ്പോൾ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്താണ് 5.5 ആയി. അങ്ങനെ എന്താണ് അത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മുകളിലേക്ക് പോകേണ്ടതില്ല, താഴേക്ക് തന്നെ പോയാൽ മതി. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. യു ഷേപ്പ് ആണ്, പക്ഷെ അതെന്താണ് ഒരു ഫ്ലാറ്റ് യു ആയിട്ട് വരിക. നിങ്ങളത് നിങ്ങളുടെ ഡയഗ്രത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് യു, ഏകദേശം ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് ഏതാണ്ട് ഈ ലെവലിലാണ് വരിക. ഇതാണ് എന്ത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഹിയർ ആൾസോ എന്താണ് ഇതിന്റെ അർത്ഥം? ആവറേജ് വേരിയബിൾ കോസ്റ്റ് at the initial stage of production, average variable cost will become comparatively higher. And again, if production continues from 1, 2, 3, 4, 5, 6 like that, see, average cost begins to decline. And the minimum stage of the average variable cost has been reached. See, it begins to rise. It increases. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അതാണ് ആവറേജ് കോസ്റ്റ് കർവിന്റെ ഷേപ്പും എന്താണ് ഒരു പരിധി ഒരു ഫ്ലാറ്റ് യു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റ് ആണ്. യെസ്, മാർജിനൽ കോസ്റ്റ് നിങ്ങൾ പട്ടികയിൽ നോക്കൂ. എന്താണ് മാർജിനൽ കോസ്റ്റിന്റെ അവസ്ഥ? 6, 5, 4, 3, 2, 1, 2, 3, 4, 5 അങ്ങനെ പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് കർവ് എന്താണ്? ഇത് ഈ ഒരൊറ്റ ഈ സെയിം ബിന്ദുവിൽ നിന്ന് ആരംഭിക്കുകയാണ്. 6 മിനിമം മാർജിനൽ കോസ്റ്റ്. അപ്പൊ 6 നിന്ന് തന്നെ തുടങ്ങും. ഏകദേശം ഇങ്ങനെ തന്നെ തുടങ്ങിയിട്ട് നേരെ വന്ന് എന്താണ് കുറയാൻ ആരംഭിച്ചല്ലേ? കുറഞ്ഞ് ഇങ്ങനെ കൂടി അങ്ങ് പോവുക ചെയ്യാം. ഇത് എന്താണ് മാർജിനൽ കോസ്റ്റ് ആണ്, SMC. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, see these 3 curves, short run average cost, short run variable cost, short run average variable cost and short run marginal cost. See, average cost, short run average cost and average variable cost and short run marginal cost. 3 curves takes the shape of U. 3 വക്രങ്ങളും എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയാണ്. യു ആകൃതി എന്ന് നിങ്ങൾ പറയുമ്പോൾ കൃത്യമായ നമ്മൾ പക്ക എഴുതുന്ന യു അല്ല. എന്താ ഉദ്ദേശിക്കുന്നുള്ളൂ? ഉൽപാദനത്തിന്റെ ആരംഭഘട്ടത്തിൽ ഈ പറഞ്ഞ 3 ചെലവുകളും അധികവും ഉൽപാദനം തുടർന്നു പോകുമ്പോൾ കുറയുകയും പരമാവധി കുറഞ്ഞതിന് ശേഷം ഇപ്പം മാർജിനൽ കോസ്റ്റ് അവസാനം നിങ്ങൾ കണ്ടു 6, 5, 4, 3, 2, 1 ഒന്നിലെത്തി. നമ്മളിവിടെ ഇപ്പൊ 1, 2 ഇങ്ങനെ എഴുതുമ്പോൾ ഒന്നിലെത്തി അല്ലേ? അതിനുശേഷമാണ് 2, 3, 4 എന്ന് വർദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആവറേജ് കോസ്റ്റ് കർവിന്റെയും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെയും മിനിമം ബിന്ദുവിലൂടെ കട്ട് ചെയ്ത് കൊണ്ട് വേണം മാർജിനൽ കോസ്റ്റ് കർവ് മുകളിലേക്ക് പോകുവാൻ. ഓക്കെ, എന്താണ് the marginal cost curve or the short run marginal cost curve must cut the average variable cost and the average cost curve at their minimum point. മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കർവ് യു ആകൃതിയാകുമ്പോൾ അതിന്റെ ഒരു മിനിമം പോയിന്റ് വരും അല്ലേ? ഒരു മിനിമം പോയിന്റ് ഉണ്ടാവും, അല്ലാതെ അത് ഫ്ലാറ്റ് ആയിരിക്കില്ല. ഒരു മിനിമം പോയിന്റ് ഉണ്ടാവും. അപ്പൊ മിനിമം പോയിന്റിലൂടെ വേണം കട്ട് ചെയ്ത് ഈ മാർജിനൽ കർവ് കോസ്റ്റ് കർവ് കടന്നു പോകുക. ശരിയായിട്ട് ആലോചിക്കാനൊന്നുമില്ല. എന്താ നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ളത്? ആദ്യം എന്ത് ചെയ്തു? ആദ്യം എന്താണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ആവറേജ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. നിങ്ങൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ എന്താണ്? ഇത് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റിൽ പഠിക്കുന്നത്. തൽക്കാലം ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഷോർട്ട് റൺ ആയതുകൊണ്ട് ലോങ് റൺ അല്ല പഠിക്കുക. ലോങ് റൺ നമ്മൾ പിന്നീട് വരികയാണ്. അപ്പൊ ഷോർട്ട് റൺ ആയതുകൊണ്ട് ഹ്രസ്വകാല ചെലവുകളായതുകൊണ്ട് നമ്മളിവിടെ ഷോർട്ട് റൺ എന്ന് കൊടുക്കണം, ഹ്രസ്വകാലം എന്ന് നമ്മളിവിടെ ചേർക്കുകയാണ്. ഏതായാലും ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. ശരിയല്ലേ? ഇനി മാർജിനൽ കോസ്റ്റ് ആണെങ്കിലോ അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ കോസ്റ്റ് വെൻ വൺ മോർ യൂണിറ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ മൊത്തം ഉൽപാദന ചെലവിനെ ഉൽപ്പന്നത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി ഉൽപാദന ചെലവ് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി എന്താണ് സീമാന്ത ചെലവ് എന്ന് പറഞ്ഞതാണ്? മൊത്തം ഉൽപാദന ചെലവിൽ വർധനം ഉണ്ടാവുക അഥവാ മാറ്റം ഉണ്ടാവുക എങ്ങനെ? അധികമായി ഒരു യൂണിറ്റ് കൂടി ഉൽപ്പാദിപ്പിക്കുമ്പോൾ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളത് പട്ടിക രൂപത്തിലാക്കി. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പ്രശ്നവുമില്ല. ആ പട്ടികയെ നമ്മൾ ഗ്രാഫാക്കി മാറ്റുമ്പോൾ
ആദ്യം കൂടുകയും ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറയുകയും പിന്നെ പരമാവധി കുറഞ്ഞതിന് ശേഷം പിന്നെ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ യു ഷേപ്പിൽ തന്നെയാണ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ ഓരോ കർവും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും വളരെ കൃത്യമായി നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് നമ്മുടെ കോസ്റ്റ് എന്ന ഈ ഒരു സംഭവം എന്തെങ്കിലും ചോദിക്കാതിരിക്കില്ല. ഒന്നുകിൽ നമുക്ക് ഷെഡ്യൂൾ ഫില്ല് ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ ഷെഡ്യൂൾ തരും, ആ 8 കോളംസും ഉൾപ്പെടുന്ന ഷെഡ്യൂൾ നമുക്ക് തരും. അതിൽ എന്താണ് ഫസ്റ്റ് കോളം പ്രശ്നമില്ല, 0 to എത്ര വേണമെങ്കിലും നമുക്ക് 1 2 3 4 5 6 എന്നിങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ. 10 12 വരെ നമുക്ക് ഒരു പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം, ഓർഡറായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അതിനുശേഷം വരുന്നതിൽ ഇപ്പൊ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഏറ്റവും മുകളിൽ 20 ആണെങ്കിൽ താഴെയുള്ള ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ത്രൂ ഔട്ട് 20 തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല അല്ലേ. നമ്മളെന്താണ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്, റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, വാട്ടെവർ മേ ബി ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ്. എത്ര അളവ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാലും ആദ്യത്തെ മൊത്തം സ്ഥിര ചെലവിന് മാറ്റമേ ഇല്ല. അതുകൊണ്ട് മൊത്തം സ്ഥിര ചെലവ് മുകളിൽ 20 തന്നു എന്ന് വിചാരിക്കുക, താഴെ ബ്ലാങ്ക് ആണെങ്കിൽ നിങ്ങൾ 20 തന്നെ അവിടെ എഴുതും. ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലോ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഇപ്പം ഒരു അവിടെ ഒരു സ്ഥലത്ത് ഇപ്പം മൂന്നാമത്തെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ഇട്ട് തന്നു എന്ന് വിചാരിക്കുക. പക്ഷെ അതിന്റെ മുന്നിൽ ടോട്ടൽ കോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് 30 ആണെന്ന് വിചാരിക്കുക. അപ്പോഴോ 20 ഓൾറെഡി ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടല്ലോ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 20 ഇവിടെ തന്നിരിക്കുകയാണ്. ടോട്ടൽ കോസ്റ്റ് 30 എന്ന് എഴുതി, അവിടെ ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു, വേരിയബിൾ കോസ്റ്റ് അപ്പോൾ 10 ആയിരിക്കും. അങ്ങനെ വളരെ ടെക്നിക്കലായി ആലോചിച്ച് എല്ലാ ഫില്ല് ചെയ്യേണ്ട ഭാഗമൊക്കെ ഫില്ല് ചെയ്യണം. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ 2 3 പേജ് എഴുതുന്നതിന് പകരം ഈ കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്താണ് ആ ഷെഡ്യൂൾ വൃത്തിയായി ഫില്ല് ചെയ്യാം, ഫുൾ മാർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ടോപ്പിക്കിൽ നിന്ന് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു 9-10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ഇനി ഇതിനകത്ത് അല്പം കൂടി ബാക്കിയുള്ളൂ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതിപ്പോ 3 കർവ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് see this diagram. In this diagram, see x axis represents the quantity of output which is produced, okay, and y axis shows cost consisting of short run variable cost, short run average cost and short run marginal cost. No, average, yeah, short run average variable cost, short run average variable cost, average cost and marginal cost. Very simple. Okay, x axis measures output, y axis measures cost. In brackets, see SIC, SMC and ABC. Yeah, and after see average cost curve takes the shape of U. And then at first average cost we know will be comparatively higher, and when production continues average cost begins to decline, and after the minimum point has been reached, and again if production continues average cost curve begins to rise. Therefore average cost curve takes the shape of U. എന്താണ് ശരാശരി ചെലവ് വക്രം യു ആകൃതി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയിൽ വന്നിരിക്കുക. കാരണം എന്താണ് ഉൽപാദനത്തിന്റെ ആരംഭഘട്ടത്തിൽ എന്താണ് ആവറേജ് കോസ്റ്റ് ശരാശരി ചെലവ് അധികമായിരുന്നു, ഉൽപ്പന്നം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറയാൻ ആരംഭിച്ചു, ഒരു പരിധി വരെ കുറഞ്ഞ് വീണ്ടും ഉൽപ്പന്നം വർദ്ധിപ്പിച്ചാൽ എന്താണ് ആവറേജ് കോസ്റ്റ് വർദ്ധിക്കും. അതുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അത് യു ആകൃതിയിൽ നമ്മൾ വരച്ചു. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അത് പട്ടിക നോക്കിയാൽ മനസ്സിലാവും. 6 തുടങ്ങും അല്ലേ, കുറയാൻ ആരംഭിക്കും, പിന്നെ വീണ്ടും കൂടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ. ഇനി ആവറേജ് ഇനി മാർജിനൽ കോസ്റ്റ് കണ്ടു, 6 തുടങ്ങി 6 5 4 3 2 1 വീണ്ടും എന്താണ് ഞാൻ നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത ഷെഡ്യൂളിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്, അത് വർദ്ധിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് അതും എന്താണ് യു ഷേപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആദ്യം ആവറേജ് കോസ്റ്റുകൾ വരക്കണം, അതിനുശേഷം എന്താണ് അതിന് തൊട്ട് താഴെ എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരക്കണം, അതിന് താഴെ എന്ത് ചെയ്യണം മാർജിനൽ കോസ്റ്റ് വരക്കണം. മാർജിനൽ കോസ്റ്റ് കർവ് വരക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ 2 ആവറേജ് കോസ്റ്റിനും ആവറേജ് വേരിയബിൾ കോസ്റ്റിനും ആ 2 കർവിന്റെയും മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകണം. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും മാത്രം നമ്മൾ റിലേഷൻഷിപ്പ് ചോദിച്ചാലോ അല്ലേ, രണ്ടും യു ഷേപ്പ് ആണ്, അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. അപ്പോൾ ഇതൊരു വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കുക, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾ ഇൻബോക്സിൽ മെൻഷൻ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.